അവസാനമായി മദർ വെറോനിക്ക കടന്നു ചെന്നത് ബയോണിൽ 1858 കർമ്മലസഭക്കാർ സ്ഥാപിച്ചതും 1862 ഒരു പുതിയ ഭവനം പണിതപ്പോൾ അവർ ഉപേക്ഷിച്ചു പോയതുമായ ഒരു പഴയ കെട്ടിടത്തിലേക്കായിരുന്നു. ആ വീടിന് മുറ്റത്തേക്ക് കാലുകുത്തിയപ്പോൾ തന്നെ അവർക്ക് തോന്നി, അപ്പസ്തോലിക് കാർമൽ സഭയുടെ പിള്ളത്തൊട്ടിലായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ഇതുതന്നെയാണെന്ന്. ബയോണിലെ മെത്രാനായിരുന്ന മോൺസിഞ്ഞോർ ലാക്രുവയുടെ അനുവാദത്തോടുകൂടി മദർ വെറോനിക്ക ആ ഭവനത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയും അങ്ങനെ 1868 ജൂലൈ 16 ഫ്രാൻസിലെ ബയോണിൽ മിഷനു വേണ്ടിയുള്ള കർമ്മലീത്ത സഭ അപ്പസ്തോലിക് കാർമൽ സഭ സ്ഥാപിക്കുകയും ചെയ്തു. പുതുതായി ജന്മമെടുത്ത അപ്പസ്തോലിക് കാർമലിലേക്ക് ധാരാളം അർത്ഥിനികൾ വന്നെങ്കിലും മിഷണറി ജീവിതത്തിനുള്ള അഭിരുചി ഇല്ലാതിരുന്നതിനാൽ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. അവിടെ സംഭവിക്കുന്നതെല്ലാം മദർ വെറോനിക്ക ഉടനുടൻ ഫാദർ മാരി എഫ്രേമിനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം കൊല്ലത്തെ വികാർ അപ്പസ്തോലിക്കായും 6 മാസത്തിനു ശേഷം അവിടുത്തെ മെത്രാനായും അഭിഷിക്തനായി. അർത്ഥിനികൾക്കും നവസന്യാസിനികൾക്കും പരിശീലനം നൽകുന്നതിനിടയിൽ മദർ വെറോനിക്ക കർമ്മലീത്ത സഭ ജനറാളായിരുന്ന ഫാദർ ഡൊമിനിക്കിന്റെ സഹായത്തോടെ കർമ്മലീത്ത 3-ാം സഭയുടെ നിയമാവലിക്ക് രൂപം കൊടുത്തു. ഇതിന്റെ മേലധികാരിയായി നിയമിതനായ കാനൻ ഇൻജോസ്പെയും ഇക്കാര്യത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 1-ാം വത്തിക്കാൻ സുനഹദോസിൽ സംബന്ധിക്കുന്നതിന് റോമിലേക്ക് പോകുമ്പോൾ ബയോണിൽ വന്ന് ഈ സന്യാസ സഭ സന്ദർശിക്കുന്നതാണെന്ന് മോൺസിഞ്ഞോർ മാരി എഫ്രേം വാഗ്ദാനം ചെയ്തിരുന്നു. അതനുസരിച്ച് 1869 ഒക്ടോബർ 1 അപ്പസ്തോലിക് കാർമൽ സഭ സന്ദർശിക്കുകയും ആദ്യത്തെ നോവിസായ സിസ്റ്റർ ആഗ്നസ് ഓഫ് ജീസസിന്റെ പ്രഥമ വ്രതവാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു.